നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് ഉലുവക്കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നവരി അരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അത്ര മതി. ഇനി ഇതൊന്ന് കഴുകി നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾ വെക്കുന്നതിന് മുമ്പിലില്ലേ, രാത്രി വെക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഞാൻ കുതിർക്കാൻ ഇവിടെ ഉണ്ടായിട്ടില്ല, ഇപ്പം ഞാൻ വരുമ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇപ്പം വെക്കുന്നത്. ആദ്യം ഞാനൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. നവരി അരി പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തെല്ലാം ചേർക്കുന്നത് നോക്കാം. ഞാൻ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്, ഇങ്ങനെ തൊലിയടക്കില്ല ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് അയമോദകം, 1 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് ഉലുവയാണ്, ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അങ്ങനെ ചെറുപയറും 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഈ മല്ലിയും ഈ അയമോദകവും ഒന്ന് അരച്ചിട്ടെടുക്കണം. ഞാൻ പിന്നെ ഇത് കുറച്ച് അധികം അരച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് ആദ്യം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഇതൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. പാൽ വേണമെങ്കിൽ പാലായിട്ട് എടുക്കാം. ഞാനിത് ഒതുക്കിയിട്ട് മുഴുവനായിട്ട് അതിൽ ചേർക്കുന്നതാണ്. ഒന്ന് ഒതുക്കിയിട്ട് വരട്ടെ. ഒതുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം മധുരം എടുക്കുന്നില്ല, കുറച്ച് മതി, നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആ പച്ച മല്ലി അരച്ചതും അയമോദവും കൂടിയിട്ടുള്ളതില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. മധുരം നല്ലോണം വേണ്ട കൂട്ടർക്ക് നല്ലോണം ഇടാം, കുറച്ച് വേണ്ട കൂട്ടർക്ക് കുറച്ച് ചേർത്താൽ മതി. ഞാനൊരു ഇളം മധുരേ ചേർക്കുന്നില്ലൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് മതി. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കർക്കിടകത്തിലുണ്ടാക്കുന്ന കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ നടുവേദന എല്ലാം ഉള്ളവർക്കെല്ലാം നല്ലതാണ്. ഇതേപോലെ വെച്ച് കുടിച്ചാൽ ഒരു 7 ദിവസമോ അല്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും നമ്മളിത് വെച്ച് കുടിക്കണം. ഇത് നല്ലതാണ്. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിതിലിപ്പം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.